ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന 2 കറികളാണ്. ഒന്ന് തൊമരപ്പയർ തോരനും ട്യൂണ ഫിഷ് കറി. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഗാർലിക്, ഓനിയൻ എല്ലാം ചെറിയ നൈസായിട്ട് കട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കാം. ചൂടായതിന് ശേഷം കുറച്ച് ഓനിയൻസ് ഇടാം. ഓനിയൻസ് കുറച്ച് ചൂടായതിന് ശേഷം ഗാർലിക് അതൊരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോൾട്ട് ആവശ്യത്തിന്. പിന്നെ നമ്മൾ തൊമരപ്പയർ ഇടുന്നു. അത് നന്നായി വരട്ടിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 to 8 minutes അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ട്യൂണ ഫിഷിന് കുറച്ച് ഗാർലിക് ഇടണം, ഫെനുഗ്രിക്, മസ്റ്റാർഡ്, കറി ലീവ്സ് ആൻഡ് ഒനിയൻ. നന്നായി വരട്ടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് നന്നായി വരണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ടൊമാറ്റോസ് ഇടാം. ടൊമാറ്റോസ് ഇട്ടതിന് ശേഷം നന്നായി ടൊമാറ്റോ ഒന്ന് നല്ല കുക്കായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, ചില്ലി ഫ്ലേക്സ് കുറച്ചൊരു എരിവിന് വേണ്ടി കൂടുതൽ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്ത് കളറിനും പിന്നെ ഒട്ടും എരിവ് ഉണ്ടാവത്തില്ല. അത് നന്നായി വരണ്ട് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ട്യൂണ ഫിഷ്, നമ്മുടെ സൺഫ്ലവർ ഓയിലുള്ള ട്യൂണ ഫിഷാണ്. നമ്മുടെ നാട്ടിൽ അതേ ഫിഷ് കറിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് കിട്ടും. നല്ലതാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി. നന്നായി തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി കുക്കിൻ്റെ ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി ഹാഫ് കുക്ക്ഡാണ്. അപ്പം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഫിഷ് പിക്കിളുണ്ട്, കറി ലീഫ് പൊടിയുണ്ട്, പിന്നെ നമ്മളിവിടെ കൂടുതലും ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തോരൻ ആൻഡ് ഫിഷ് കറി.